ഇസ്രായേൽ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. ഈ ഒരു ചോദ്യം പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ ചൊല്ലി അംഗരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതോടെയാണ് യൂറോപ്യൻ യൂണിയനിലെ ഭിന്നതകൾ കൂടുതൽ പ്രകടമാകുന്നത്. ഗാസ മുനമ്പിലെയും ഇറാനിലെയും ഇസ്രായേലിന്റെ നടപടികളെ ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വിമർശിക്കുമ്പോൾ മറ്റു ചിലർ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തോടും ഇറാനുമായുള്ള ഓൺഗോയിങ് സംഘർഷത്തോടും യൂറോപ്യൻ യൂണിയൻ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ ചൊല്ലി വലിയൊരു ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ പുറത്തുവിട്ടതോടെ ഈ ഭിന്നത കൂടുതൽ വ്യക്തമായി. റോയിട്ടേഴ്സിന് ലഭിച്ച രേഖയിൽ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിന്റെ നടപടികൾ ധാർമ്മികവും രീതിശാസ്ത്രപരവുമായ പരാജയം ആണെന്ന് പറയുന്നു. നടക്കാനിരിക്കുന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി ഈ അവലോകന റിപ്പോർട്ട് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് അയച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ ഇസ്രായേൽ ഈ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ചു. ഇസ്രായേൽ നേരിടുന്ന വെല്ലുവിളികളെ പരിഗണിക്കുന്നതിൽ ഈ ഒരു റിപ്പോർട്ട് പരാജയപ്പെട്ടെന്നും തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇത് പൂർണ്ണമായും തള്ളിക്കളയണമെന്നും കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ നടപടികളിൽ യൂറോപ്യൻ യൂണിയൻ ഏറെക്കുറെ ഭിന്നിച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് പറയാം. നെതർലാൻഡ്സ്, സ്പെയിൻ, ബെൽജിയം, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ശിക്ഷാ നടപടികൾക്കായി വാദിക്കുമ്പോൾ ജർമ്മനി, ഹംഗറി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ തന്ത്രപരമായ ബന്ധങ്ങളും ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങളും രാഷ്ട്രീയപരമായ മുന്നറിയിപ്പുകളും ചൂണ്ടിക്കാട്ടി എതിർക്കുന്നു. ഇറാനിലെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളോട് യൂറോപ്യൻ യൂണിയൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ചൊല്ലി ഈ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. ആദ്യം ഗാസ വിഷയത്തിലെ സ്റ്റാൻഡ് ഒന്ന് നോക്കാം. ഈ വർഷം ആദ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും മാനുഷിക പ്രതിസന്ധിക്കിടെ ഇസ്രായേലിന്റെ നടപടികൾ അവലോകനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് അസോസിയേഷൻ ഉടമ്പടി പ്രകാരം ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് യൂറോപ്യൻ കമ്മീഷൻ ഒരു അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ യൂറോപ്യൻ യൂണിയൻ നേരിടുന്ന ഏറ്റവും തർക്കവിഷയമായ വിദേശനയ തീരുമാനങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് സംഘർഷത്തിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ വലിച്ചിഴയ്ക്കാൻ തീരുമാനിച്ചതിനെക്കുറിച്ചും യൂറോപ്യൻ യൂണിയൻ ആശങ്കാകുലരാണ്. ഇന്ന് യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ ഹൈ റെപ്രസെന്റേറ്റീവായ കാജ കല്ലസ് യൂറോപ്യൻ യൂണിയൻ സർക്കാരുകളിലെ മന്ത്രിമാർക്ക് റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു കൊടുക്കും. പിന്നീട് ഈ വിഷയത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനിക്കും. പോളിറ്റിക്കോ പറയുന്നതനുസരിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുക മുതൽ ഇസ്രായേലുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്തുക അല്ലെങ്കിൽ മുഴുവൻ കരാറും താൽക്കാലികമായി നിർത്തുക വരെയുള്ള സാധ്യതയുള്ള നടപടികൾ പരിഗണനയിലുണ്ട്. എന്നിരുന്നാലും ഇതിന് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളുടെയും ഐക്യകണ്ഠമായ അംഗീകാരം ആവശ്യമാണ്. ഇത് സംഭവിക്കാനും സാധ്യതയില്ല. ഇനി ഇറാൻ വിഷയമാണ്. ഇറാനിലെ ഇസ്രായേലിന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമപരമാണെന്ന് എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പ്രാദേശിക ബ്ലോക്ക് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. എല്ലാ കക്ഷികളും അന്താരാഷ്ട്ര നിയമം പാലിക്കാനും സംയമനം പാലിക്കാനും സാധ്യതയുള്ള റേഡിയോ ആക്റ്റീവ് ചോർച്ച പോലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്ന കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും ആഹ്വാനം ചെയ്തതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രസ്താവനയിൽ പറയണമോ എന്നതായിരുന്നു പ്രധാന തർക്ക വിഷയങ്ങളിൽ ഒന്ന്. ഓസ്ട്രിയ, ചെക്കിയ, ഫ്രാൻസ്, ജർമ്മനി, ഹംഗറി, ഇറ്റലി, നെതർലാൻഡ്സ് ഉൾപ്പെടെ ഏകദേശം 15 അംഗരാജ്യങ്ങൾ ഈ ഒരു വാചകം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് ഐക്യകണ്ഠമായി അംഗീകരിക്കപ്പെട്ടില്ല. അതേസമയം അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രായേലിന് ഇറാനെതിരെ ആക്രമണം നടത്താൻ അവകാശമുണ്ടെന്ന് വേണ്ടത്ര പരാമർശിച്ചിട്ടില്ലെന്ന് മറ്റ് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമം അനുസരിച്ചും UN ചാർട്ടർ അനുസരിച്ചും ഒരു സായുധ ആക്രമണത്തിനോ ആസന്നമായ ആക്രമണത്തിനോ എതിരെ ഒരു രാജ്യത്തിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം വിനിയോഗിക്കാമെന്നത് ശ്രദ്ധേയമാണ്. ആവശ്യമായ ഏത് നടപടിയും ആനുപാതികവുമായിരിക്കണം. അതിനാൽ ഇസ്രായേൽ വിഷയത്തിൽ യൂറോപ്പ് എപ്പോഴെങ്കിലും ഒരുമിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഈ വിഷയത്തിലെ യൂറോപ്യൻ യൂണിയന്റെ നിലപാട് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.